ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നലെ നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തത്, നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ്? ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായാണ് കേട്ടോ. ബൽറാം കുമാർ ഉപാധ്യായ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാണ് എൽദോസ് പോൾ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവറോട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നൊബേൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിലാണ്. 2025 രസതന്ത്ര നൊബേൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിലാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. കേരളത്തിൽ 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ശൈലി ആപ്പ്. ഇനി ABCD ഇവർ 4 പേരും സുഹൃത്തുക്കളാണ്. ഇതിൽ മറ്റു 3 പേരോടായി ചോദിച്ചു. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ പറഞ്ഞത് രാജീവ് കുമാർ, ബി ജ്ഞാനേഷ് കുമാർ, DY ചന്ദ്രചൂഡ് എന്നിങ്ങനെ പറഞ്ഞു. ഇവർ മൂവരും ഡിയോട് ഇതേ ചോദ്യം ചോദിച്ചു. ഡി പറഞ്ഞു സഞ്ജീവ് ഖന്ന. ഇവരിൽ ആര് പറഞ്ഞതാണ് ശരിയുത്തരം? ഓപ്ഷൻ ബി പറഞ്ഞത്, അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അഥവാ റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ്? ചെനാബ് നദി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഓക്കെ, ഇതായിരുന്നു കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.